മനുഷ്യജീവന്റെ മൂല്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നീ എന്നെ അതൊന്നും പഠിപ്പിക്കണ്ട. മനുഷ്യജീവന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയാത്തവനല്ല ഞാൻ. എന്നിട്ട് അത് കാണിക്കാത്തത്? ഞങ്ങളുടെ പുരോഹിത ശ്രേഷ്ഠന്മാർ നിനക്ക് വിലക്ക് കൽപ്പിച്ചിട്ടില്ലേ? ഇല്ലേടോ? ഉണ്ട്. തെരുവിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ കൂടുന്നിടത്തും തെരുവോരങ്ങളിലും കണ്ടുപോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനിവിടെ വന്നു? രോഗികളെ സുഖപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ ഗലീല കടൽ തീരത്തും ഒലിവ് മലയുടെ അടിവാരത്തിലും വരുന്നുണ്ടെന്നറിഞ്ഞു. അദ്ദേഹത്തെ കാണാൻ വന്നതാ. എന്തിന്? അശുദ്ധനായ എന്നെ ശുദ്ധനാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നാര് പറഞ്ഞു? അതൊക്കെ നിന്റെ തോന്നല. അല്ല, സത്യമാണ്. പോകൂ. പോകാൻ. അടിക്കരുത്. ഒരു നിരപരാധിയെ അടിക്കാനും കൊല്ലാനും നിങ്ങൾക്ക് അധികാരമില്ല. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ അനുവാദം വേണ്ട. ഓടാ, പോകാൻ. അണലി സന്തതികളെ, വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകലുവിൻ. ഇതാ വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എനിക്ക് മനസ്സുണ്ട്. നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. നീ ഇതാരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനങ്ങളുടെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. രോഗശാന്തി നേടാൻ വേറെ ദിവസങ്ങളുണ്ട്. ശാപത്തിൽ വേണ്ട. സ്നേഹിത, കുഷ്ഠരോഗം പിടിപെട്ടതിനാൽ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയ ഈ സാധുവിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമല്ലേ? അതിന് സാപത്ത് ദിവസമാണോ തിരഞ്ഞെടുക്കേണ്ടത്? സാപത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ മനുഷ്യൻ സാപത്തിന് വേണ്ടിയുള്ളതല്ല. സാപത്തിൽ നിങ്ങളുടെ ആടുമാടുകളെ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? എത്രയോ നാളുകൾ കൊണ്ട് കല്ലെറിഞ്ഞോടിക്കുന്ന ആ മനുഷ്യനെ സുഖപ്പെടുത്തേണ്ടത് ആവശ്യമില്ലേ? ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമങ്ങളുണ്ട്, അത് പാലിക്കപ്പെടണം. നിയമം നല്ലതാണ്, മനുഷ്യനത് ആവശ്യവുമാണ്. പക്ഷേ നിങ്ങളുടെ നിയമം മനുഷ്യ സ്നേഹത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്തതാണ്. ഞങ്ങളുടെ നിയമത്തെ പരിഹസിക്കുന്നു. മോശയുടെ നിയമമാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ കർശനമായി നിയമം നിങ്ങൾക്ക് നൽകിയത്. മോശയുടെ നിയമം കർശനമായി ഞങ്ങൾ പാലിക്കും. അതിൽ ഇടപെടണ്ട. അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ അവകാശത്തെ തകിടം മറിക്കുന്നതും മനുഷ്യന് നീതി നിശ്ചയിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നില്ല. കർത്താവിന്റെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ സാപത്തിനെ സാപത്തായി കാണും. ദോഷത്വം സംസാരിച്ച് വിദ്യയാകാതിരിക്കും. കൽപ്പന കൊണ്ട് മാത്രം കാര്യം നടപ്പിലാക്കാൻ ആർക്ക് കഴിയും? ബെൽസബൂലാണ് എന്റെ രാജാവ്, ഞാൻ മന്ത്രിയും. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ